820 പാരഗ്രാഫിലാണ് പറയുന്നത്. അതായത് ബാലേന്ദ്രകുമാറാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ ഏറ്റവും പ്രധാനമായിട്ട് ആശ്രയിച്ചിരുന്ന സാക്ഷി PW222 ആണ് പറയുന്നത് ഈ ദൃശ്യങ്ങൾ ലാൽ മീഡിയയിൽ എത്തിയിരുന്നു എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇതിന്റെ ശബ്ദം ആംപ്ലിഫൈ ചെയ്തതെന്നാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം നമസ്കാരം. ദിലീപ് കുറ്റവാളി എന്ന് തോന്നുന്നവർ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി ദിലീപ് നിരപരാധിയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് അറിയാനും എത്ര പേരാണ് ദിലീപ് നിരപരാധി എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് ലൈക്കിന്റെ എണ്ണം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയം ദിലീപ് കേസ് തന്നെയാണ്. ഈ കേസ് ഞാൻ ഇപ്പോഴും പറയുന്നു CBI കൊണ്ട് അന്വേഷിപ്പിക്കണം, അല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പൊ കുറെ പേര് പറയും CBI വന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് എന്നൊക്കെ പറയും ചിലപ്പോൾ. ഇനി അപ്പീലുമായിട്ട് പോയിട്ടുള്ള സ്ഥിതിക്ക് അവിടെ ഇനി ചിലപ്പോൾ ഒരു പക്ഷെ ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഉത്തരവ് ഇടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നുണപരിശോധന. ദിലീപ് ആദ്യം മുതലേ പറയുന്നു താൻ നുണപരിശോധനയ്ക്കും തയ്യാറാണ്, CBI അന്വേഷണത്തിനും തയ്യാറാണ്, എല്ലാത്തിനും തയ്യാറാണ്. പക്ഷേ സംഭവമൊന്നും ബഹുലമായിട്ട് നടക്കുന്നില്ല. പിന്നെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് തെളിവുകൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് കോടതി മുൻപാകെ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ജഡ്ജ്മെന്റുകളൊക്കെ വായിക്കണം കേട്ടാ. ഈ സാധനത്തില് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാട്ടിക്കൂട്ടിയിട്ടുള്ള എല്ലാ ഉടായ്പത്തനങ്ങളും വെടുവായ്ത്തനങ്ങളും ഈ ജഡ്ജ്മെന്റിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു വ്യക്തിയെ ഇന്റൻഷ്യലി ആരുടെയൊക്കെയോ പുഷിന്റെയും ആരുടെയൊക്കെ കൊട്ടേഷന്റെ പിന്നാലെ ഒരു നിരപരാധിയായ ഒരു വ്യക്തിയെ ഇതിന്റെ ഉള്ളിൽ പിടിച്ചിട്ട് കുറ്റവാളിയാക്കിയതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വേറെ ആരെയും പറ്റിയിട്ടല്ല പറയുന്നത്, ദിലീപിനെ പറ്റിയിട്ട് തന്നെയാണ്. താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണം. മറിച്ചല്ലെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിച്ച് സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറി നാറ്റിച്ച് പണ്ടാരം അടക്കി നിയമപരമായിട്ട് ശിക്ഷയും വാങ്ങിക്കൊടുത്ത് ക്ലോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ അതിജീവിതം മാത്രമല്ല ഇര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിലീപ് കുറ്റവാളി അല്ലെങ്കിൽ ദിലീപും ഇവിടെ ഒരു ഇരയായി മാറുകയാണെന്നതാണ് വാസ്തവം, ഉള്ള കാര്യമാണ്. ഇവിടെ ദിലീപ് ഉൾപ്പെടെ ഇരയാണ്. തന്റെ 8 വർഷക്കാലം ഈ കേസിന്റെ പിന്നാലെ നടന്ന് താൻ അനുഭവിച്ചിട്ടുള്ള പൊതുസമൂഹത്തിൽ നിന്നുമുള്ള ചീത്തവിളികളും കാര്യങ്ങളും അതിനെ തുടർന്നിട്ടുള്ള പല പല വിഷയങ്ങൾ, തന്റെ കരിയർ മൊത്തം ഫ്ലോപ്പാവുന്നത് അടക്കം. എന്നാൽ 8 വർഷം കഴിഞ്ഞ് കോടതി വിധി വരുന്ന സമയത്ത് താൻ നിരപരാധിയാണെന്നാണ് വിധി വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന്റെ ആ ഒരു ടൈം, ആ നീണ്ട ജീവിതത്തിലെ 8 വർഷക്കാലം ഫുള്ളി ഫ്ലോപ്പ് ആവുകയാണ്. തന്റെ കരിയർ ബിൽഡപ്പ് ചെയ്ത് താൻ വേറെ ലെവലിൽ പോകേണ്ട ഒരു സമയത്ത് തന്റെ കരിയർ മൊത്തം ഫ്ലോപ്പായ അടപടലം തേഞ്ഞൊട്ടിയ ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇത് എനിക്കോ നിങ്ങൾക്കോ സംഭവിച്ചെങ്കിൽ എങ്ങനെയിരിക്കും? ഇപ്പൊ ഞാനോ നിങ്ങളോ ആണെങ്കിൽ നമ്മൾ അവിടെ വെച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊരു കുറ്റം ചെയ്യാണ്ട് നീണ്ട 8 വർഷം 10 വർഷമൊക്കെ നമ്മൾ അനുഭവിക്കുന്ന അവസാനം നമ്മൾ കുറ്റവാളി അല്ലെന്ന് തിരിച്ചറിയുന്നു. വല്ല കാര്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ നല്ല ഭാഗങ്ങളെല്ലാം പോയില്ലേ? അങ്ങനെ ചിന്തിക്കും. ഇവിടെ ദിലീപ് കുറ്റവാളി അല്ലെന്ന് കോടതി വിധി വന്നെങ്കിലും ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ചിന്താഗതിയുടെ ആ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. മീഡിയക്കാർ ആദ്യം മുതലേ ദിലീപിനെയാണ് പറയുന്നത്, അതുകൊണ്ട് നമുക്ക് വിശ്വാസമാണ് ദിലീപ് തന്നെയാണ്. ഈ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന കുറെ വിവരദോഷികൾ എന്നേ പറയത്തുള്ളൂ. ഇതിനെപ്പറ്റി അറിയാവുന്നവർ സംസാരിക്കും, അല്ലാത്തവർ കിടന്ന് കുരയ്ക്കും. ജഡ്ജ്മെന്റ് വായിച്ചവർ സംസാരിക്കും, അല്ലാത്തവര് കുരയ്ക്കും. എന്തൊക്കെയോ ഒരു തേങ്ങ അറിഞ്ഞൂടാതെ, ഇതെന്താണെന്ന് പോലും അറിഞ്ഞൂടാതെ ചിലവളുമാര് കിടന്ന് പറയുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നളിയ ചിരിക്കാണ്ട് പിന്നെ എന്നാ പറയാനാ? നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ലാൽ മീഡിയയിലോട്ട് അന്വേഷണം പോയിട്ടുണ്ടോ? അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള സാറന്മാര് എന്തുകൊണ്ട് അന്വേഷണം ലാൽ മീഡിയയിലോട്ട് പോയിട്ടില്ല? പാർട്ട്ണറായിട്ടുള്ള ദിലീപിലോട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയും പാർട്ട്ണറായിരുന്നു. ഏത് അത്? അപ്പോൾ ഈ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ ഇന്റൻഷ്യലി കുടുക്കുക, അതായിരുന്നു ഇതിന്റെ പിന്നിൽ അജണ്ട, അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പൾസർ ഒരു ഇതുമില്ലാണ്ട് ദിലീപിന്റെ പേര് പറയുന്ന അതെല്ലാ പോലീസുകാരും വിശ്വസിക്കുന്നു. ഓക്കെ, ദിലീപാണ്. അങ്ങനെയാണ് പൾസർ സുനി ലാലേട്ടന്റെ പേരോ മീൻസ് നമ്മുടെ ജംഗ്ലി റമ്മിയല്ല, മറ്റേ മോഹൻലാലിന്റെ പേരോ മമ്മൂട്ടിയുടെ പേരോ പറഞ്ഞിരുന്നെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദിലീപിന്റെ പേര് പൾസർ സുനി പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും ഉറപ്പിച്ചു ദിലീപ് തന്നെയാണെന്ന്. അതുപോലെ ദിലീപിന്റെ പേര് പറഞ്ഞെങ്കിലും ദിലീപിനെതിരെ തെളിവില്ലാത്തത് കൊണ്ട്
പോലീസുകാർ തന്നെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് തെളിവുകൾ ഉണ്ടാക്കി. ശ്രീലേഖ IPS വളരെ വ്യക്തമായിട്ട് അവരുടെ 75ാമത്തെ എപ്പിസോഡിൽ എങ്ങാണ്ട് അവർ പറയുന്നുണ്ട്, കൃത്യമായിട്ട് ഫോട്ടോഷോപ്പ് ഉൾപ്പെടെ പോലീസുകാരെ ക്രിയേറ്റ് ചെയ്ത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ദിലീപിനെതിരെ തെളിവുകൾ. എന്നിട്ടും അതുപോലും മനസ്സിലാക്കാനോ അതുപോലും ഒന്ന് ചിന്തിക്കാനുള്ള ബോധമില്ലാത്ത ജനങ്ങളാണല്ലോ നമ്മുടെ കേരളത്തിൽ കിടക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് പുച്ഛം തോന്നുന്നത്. നിങ്ങൾക്ക് ദിലീപിനെ തൂക്കിക്കൊല്ലണം എന്നുള്ളൊരു ചിന്താഗതിയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നോ. മറിച്ച് യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കണം അല്ലെങ്കിൽ കണ്ടെത്തണം എന്നാണ് ചിന്തയെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട്, ആരുടെ കൂടെ? അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ ശ്രമിക്കണം. അല്ലാണ്ട് കോടതി വെറുതെ വിട്ടവന്റെ പിന്നാലെ പോയിട്ട് അവനാണെന്ന് പറഞ്ഞുകൊണ്ട് കൊയ് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയെന്നും അതിജീവിതയുടെ ഫോട്ടോ വെളിപ്പെടുത്തിയെന്നും പറഞ്ഞ് മറ്റുള്ള പല യൂട്യൂബേഴ്സിന് എന്തിന് വേറെ ഒന്നും വേണ്ട, മറ്റേ മാർട്ടിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന് പറഞ്ഞും കൊണ്ട് 100-200ഓളം യൂട്യൂബേഴ്സിന്റെ പേരിൽ കേസ് എന്തൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്, പരാതികൾ പോയിട്ടുണ്ട്, അങ്ങനെ പല ഇതുങ്ങളും ഉണ്ട്. എന്നാൽ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള മേഡംമാര്, ചേച്ചിമാര്, അമ്മച്ചിമാര് ഈ പറയുന്ന ഇരയുടെ ഫോട്ടോസ് തന്റെ പ്രൊഫൈലിട്ട് ദിനം പ്രതി വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പേര്, പക്ഷെ ദിനം പ്രതി അതിജീവിതയുടെ ഫോട്ടോസും കാര്യങ്ങളും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു കുഴപ്പമില്ലടേ. അതിജീവിത പറഞ്ഞാൽ കൂടി അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല, അല്ലെങ്കിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. ഇവിടെ ഇര തന്നെ പറയുന്നത് താൻ ഇരയല്ല അതിജീവിതയാണ്, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. എന്നാൽ വേറൊരു പോയിന്റിൽ വരുമ്പോൾ മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിച്ചപ്പം അത് ഇരയായി മാറി. ഇരയുടെ വീഡിയോ പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ ഇരയുടെ പേര് പറഞ്ഞു, അതുകൊണ്ട് പറ്റൂലെന്ന്. എന്നാൽ എന്നെ പോലെ ബുദ്ധിയുള്ളവന്മാരെന്ത് ചെയ്തു? അവിടെ നിന്ന് ഇരയുടെ പേര് നൈസായിട്ട് കട്ട് ചെയ്തങ്ങ് മാറ്റി, ബാക്കി ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പോലീസുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ പ്രചരിപ്പിച്ചാലേ വിഷയമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മാറ്റുക എന്നല്ലാണ്ട് മറ്റൊരു ഓപ്ഷൻ ഇല്ല. കാരണം നമ്മളിനി എന്തിനകത്ത് കിടക്കുന്ന, ഇവിടെ നിരപരാധിയായ ദിലീപ് കിടന്നു 8 വർഷം ജീവിതം തൊലഞ്ഞു. അപ്പൊ നമ്മളെയൊക്കെ പൂട്ടി പിടിച്ചകത്തിടാൻ വലിയ പാടാണ്? അല്ല. എന്തിനാണ് വെറുതെ പോയിട്ട് അകത്ത് കിടക്കുന്നത്? അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി. ഓക്കെ, നമ്മൾ ഇവിടുത്തെ ഒരു പോലീസുകാർ പറയുന്നതും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയൊക്കെ പറയുന്നതൊക്കെ അനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്, അല്ലാണ്ടൊന്നും അല്ല. ഇവിടെ പക്ഷെ നമ്മൾ ചോദിക്കും, നമുക്കുള്ള ഡൗട്ടുകളും നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. അതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ. ഇവിടെ നമ്മൾ ഇപ്പൊ ഇരയുടെ പേര് ഐഡന്റിറ്റി ഒന്നും പറയാൻ പാടില്ല, ഓക്കെ, പറയുന്നില്ല. പക്ഷെ നമുക്ക് ചോദിക്കാനുള്ള ചോദിക്കാം, അത് പോലീസിന്റെ ആയാലും ആരോടായാലും നമ്മൾ ചോദിക്കും. അതത്രേ ഉള്ളൂ. ഇനി ഞാനൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം, നിങ്ങൾ കേട്ടു നോക്കും. അപ്പോൾ ഈ സമയത്ത് ദിലീപിനെതിരെയുള്ള ഒരു മുറവിളികളൊക്കെ കാണുമ്പോൾ അത് ഒരു പരിധിവരെ ഈ ആക്രമിക്കപ്പെട്ട കുട്ടിയോടുള്ള അനുകമ്പയേക്കാൾ കൂടുതൽ മറ്റെന്തെല്ലാം കാരണങ്ങൾ കൊണ്ടുള്ള ഗ്രഡ്ജ് തീർക്കാൻ കിട്ടുന്ന ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നത് പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതല്ലാതെ ഇത്രയധികം ഒരു ആക്രമിക്കപ്പെടുന്ന രീതിയിലുള്ള സംസാരങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, എനിക്ക് തോന്നുന്നത് അതാണ്. പിന്നെ ദിലീപ് എന്നൊരു വ്യക്തി ഇതുപോലെ ഒരു ഹീനകൃത്യം ചെയ്യുന്നോ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിശ്വസിക്കുന്നില്ല. പിന്നെ അതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള വിശ്വാസമാണ്. എല്ലാം തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലാണ്, അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, എല്ലാം തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലാണ്. കോടതിയിൽ തെളിഞ്ഞു ദിലീപ് നിരപരാധിയാണെന്ന്. ദിലീപ് ഇതിനെതിരെ ഒരു തെളിവില്ലടാ. ഇവിടെ പൾസസുനിയെയും മാർട്ടിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരേ ഒരു വ്യക്തിയിലേക്കുള്ളൂ, ലാലിൽ. അതാണെങ്കിൽ അന്വേഷണം അങ്ങോട്ട് പോയിട്ടുമില്ല. അതാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരു കേസ് കേട്ടോ. ലാലിലോട്ട് അന്വേഷണം പോയിട്ടില്ല. സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് തന്റെ മകളെ കൊണ്ട് ദിലീപ് സത്യം ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പബ്ലിക്കായിട്ടൊന്നുമല്ല, പേഴ്സണലി ആയിട്ട്. അത് സലീം കുമാർ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു പോകുന്ന ഒരു കേസായിരുന്നു. അതുപോലെ ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ പലരോടും ദിലീപ് പോയിരുന്ന് കരഞ്ഞിട്ടുള്ള അവസ്ഥ, കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരവസ്ഥ. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, തന്റെ കരിയർ തൊലച്ചു, തന്നെ നശിപ്പിച്ചു, അതാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻ അങ്ങനെ ചെയ്യില്ല. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പക്ഷേ അതിജീവിതയുമായിട്ട് ആ ഒരു സമയത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഇതിന്റെ ഇടയിൽ കൂടി നാറിക കളി കളിച്ച് ഗ്യാപ്പ് ഗോൾ അടിച്ചിട്ട് ഇത് ദിലീപിന്റെ തലയിൽ ഇട്ടതുപോലെയാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എന്തായാലും കോടതി വിധി വന്നിട്ടും ആർക്കും തികയുന്നില്ല. അപ്പീലോടുത്തൊക്കെ മുകളിലോട്ട് പോട്ടെ. പോയതിനു ശേഷം ഇത് CBI കൊണ്ട് അന്വേഷിപ്പിച്ച് ഇതിന്റെ യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ പ്രതികളെ പുറത്തു കൊണ്ടുവരണം. അത് ദിലീപാണെങ്കിലും ഓക്കെ, തെളിയട്ടെ, തെളിവുകളോടെ തെളിയട്ടെ. ലാലിനെ എന്തുകൊണ്ട് ഇതുവരെ ചോദ്യം ചെയ്തില്ല? ഇതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അവിടെ തന്നെ കിടക്കുന്ന ഒരു ദുരൂഹത. അതുപോലെ മഞ്ജു വാര്യർ വന്ന ഉടനെ പറയാണ്, അയ്യോ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന്. ഇതെങ്ങനെ മഞ്ജു വാര്യർ അറിഞ്ഞു? അപ്പൊ അവിടെ ഒരു ചോദ്യചിഹ്നം. പ്രത്യേകിച്ച് മാർട്ടിൻ പറയുന്നുണ്ട് മഞ്ജു വാര്യറിന് മുംബൈയിൽ ഫ്ലാറ്റ് കിട്ടിയെന്ന്. അപ്പം മുംബൈയിൽ ഫ്ലാറ്റ് കിട്ടിയെന്ന് മാർട്ടിൻ പറയുന്നു. അതിലോട്ടൊന്നും അന്വേഷണം പോയിട്ടില്ല, മുംബൈയിലെ ഫ്ലാറ്റിലോട്ട് പോയിട്ടില്ല, ഒന്നുമില്ല. അപ്പം മഞ്ജു വാര്യർ എങ്ങനെ അറിഞ്ഞു എന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എടുത്ത വായി തന്നെ
മഞ്ജു വാര്യർ ഏതോ ഒരു പരിപാടിയിൽ വന്ന ഉടനെ, അതായത് നടി ആക്രമിക്കപ്പെട്ട അടുത്ത 1-2 ദിവസത്തിന്റെ അപ്പുറമാണെന്ന് തോന്നുന്നു, വന്ന ഉടനെ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു എങ്ങനെ അറിഞ്ഞു? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അടുത്ത് ലാല് മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ പൾസത്തുന്നി എങ്ങാണ്ട് എന്റെ പേര് പറഞ്ഞു എന്റെ കരിയർ ചെയ്യുന്നില്ല, ആന്റിയുടെ പേര് പറഞ്ഞു ആന്റിയുടെ കരിയർ ചെയ്യുന്നില്ല, ആ ഒരു സെറ്റപ്പ് സാധനം അടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, പൾസത്തുന്നി ദിലീപിന്റെ പേര് വന്നപ്പോൾ ദിലീപിന്റെ കരിയർ നിങ്ങൾ എല്ലാവരും കൂടി തീർത്തില്ലേ? ഇതൊരു ചോദ്യമില്ലേ? അതുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുക, അതാണ് ആവശ്യം. ഇനി നമ്മുടെ ശ്രീനിവാസൻ സാറ് പറയുന്നൊന്ന് കേട്ടു നോക്കാം. ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ദിലീപ് രംഗത്ത് വരുന്നതാണ്. അതുവരെ പൾസത്തുന്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുക്ലം ആയിട്ടുള്ളൊരു കഥയാണത്. എംജി ആയിരുന്നു എന്നുള്ളത് നമുക്ക് പല സംഗതികളും കേട്ടാൽ മനസ്സിലാവും. അന്ന് കേട്ടിട്ടുള്ളത് പൾസർ സുനി എന്ന് പറയുന്ന ആൾക്ക് ദിലീപ് 1.5 കോടി രൂപ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യിച്ചെന്നാണ്. എനിക്കറിയാവുന്ന ദിലീപ് 1.5 കോടി രൂപ പോയിട്ട് 1.5 പൈസ പോലും ചെലവാ 1.5 കോടി പോയിട്ട് 1.5 പൈസ പോലും ചെലവാക്കില്ല. ഓക്കെ. പിന്നെ ശ്രീനിവാസൻ ചേട്ടൻ പറയുന്നതിലും കുറേ കാര്യങ്ങളുണ്ട്. ശ്രീനിവാസൻ ചേട്ടൻ ദിലീപിനെ ന്യായീകരിച്ചല്ല പറയുന്നത്, തനിക്കറിയാവുന്ന സത്യങ്ങളാണ് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ദിലീപ് അത്രയും മണ്ടനല്ലടോ. താൻ അത്രയും കരിയറിൽ ഹൈപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതം അല്ലെങ്കിൽ സ്വന്തം കുഴി തോണ്ടി ആരെങ്കിലും സ്വന്തം ജീവിതം തൊലയ്ക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത്രയും മാത്രം ഒന്ന് ആലോചിക്കും. എന്നിട്ട് നിങ്ങൾ ദിലീപ് അല്ല എന്ന് നിങ്ങളങ്ങ് ഉറപ്പിക്കണ്ട. പക്ഷെ ഇത് അന്വേഷണം വേണമെന്നെങ്കിലും പറയാനുള്ളൊരു മനസ്സ് കാണിക്കും. അല്ലാണ്ട് ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്ന നിങ്ങൾ അങ്ങനെ കിടന്ന് കുരയ്ക്കാണ്ട് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത് അന്വേഷണം അല്ലേ ചെയ്യേണ്ടത്? അന്ന് അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന പോലീസുകാരടക്കം ഫേക്കുകളാണ്, ഉഡായിപ്പ് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് തെളിവുകൾ ഉണ്ടാക്കുന്ന അടക്കം ശ്രീലേഖ IPS പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. പൾസർ സുനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നും പറയുന്നുണ്ട്. പിന്നെ ഈ പൾസർ സുനി എന്ന് പറയുന്ന അവൻ ദൈവപുത്രനൊന്നുമല്ല. പലവട്ടം ഇവൻ പല സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതടക്കം പുറത്തു വന്നിട്ടുണ്ട്. വരാത്തതുകൊണ്ട് പല സ്ത്രീകളും ഇവനെ പറ്റിയിട്ട് അപരാധങ്ങൾ ഇവൻ ഇങ്ങനെ കാട്ടിക്കൂട്ടിയെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുത്ത നാറി പറഞ്ഞതാണ് ജനങ്ങൾ വിശ്വസിച്ചത്. അത് മീഡിയക്കാർ ആ രീതിയിൽ വിശ്വസിപ്പിച്ചു. ഇനി ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലിറ്ററലി ഫേക്കാണ്. അങ്ങേര് അവിടെ പോയിട്ടുമില്ല, അന്നേ ദിവസം അങ്ങേര് അവിടെ എത്തിയിട്ടില്ല. ഇനി ദിലീപും വേറൊരു വ്യക്തിയും കൂടി വീഡിയോ കണ്ടിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞല്ലോ. ആ വ്യക്തി ഈ ബാലചന്ദ്രകുമാർ പറഞ്ഞ അതേ ദിവസം വേറെ സ്ഥലത്തായിരുന്നു, സ്വന്തം മകളുടെ ആവശ്യമായിട്ട് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പൊ അങ്ങേരടക്കം ഫേക്കാണ്. എവിടെ നിന്നൊക്കെ വാങ്ങി ഞെക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഞണ്ണിക്കൊണ്ട് ദിലീപിനെ പെടുത്തി. അത്രയേ ഉള്ളൂ. അതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഞാൻ ഇനി ഒരു വോയിസ് കൊടുക്കാം, നിങ്ങൾ കേട്ടു നോക്കാം കേട്ടോ. ആ വോയിസ് കേട്ടിട്ട് നിങ്ങൾ തന്നെ പറ. 820 പാരഗ്രാഫിലാണ് ഈ പറയുന്നത്. അതായത് ബാലേന്ദ്രകുമാറാണ് പറയുന്നത്. പ്രോസിക്യൂഷൻ ഏറ്റവും പ്രധാനമായിട്ട് ആശ്രയിച്ചിരുന്ന സാക്ഷി PW 222 ആണ് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ ലാൽ മീഡിയയിൽ എത്തിയിരുന്നു എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇതിന്റെ ശബ്ദം ആംപ്ലിഫൈ ചെയ്തതെന്നാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം ഞാൻ അതിന്റെ ക്രോണോളജി പറയാം. അതായത് ബാലേന്ദ്രകുമാർ 2021 ജനുവരി 25 വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം അയാളുടെ വെളിപ്പെടുത്തൽ അടിസ്ഥാനത്തിൽ പോലീസ് പുതിയ കേസെടുത്ത് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്നുള്ള പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസും പഴയ കേസിലും തുടരന്വേഷണം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. ഈ ഘട്ടത്തിലാണ് ബാലേന്ദ്രകുമാർ പറയുന്നത് ഇത് 15/11/2017, അതായത് ദിലീപ് അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമുള്ള ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ ദിലീപിനെ വീട്ടിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ താൻ സാക്ഷിയായിരുന്നു എന്ന് പറയുന്നത്. ദിലീപുമായി ചേർന്ന് പിക് പോക്കറ്റ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി സിനിമ നിർമ്മിക്കാൻ വേണ്ടി 2016 മുതൽ ബാലേന്ദ്രകുമാർ ഡിസ്കഷനിലായിരുന്നു. ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞു, ദിലീപിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ബാലേന്ദ്രകുമാർ നടത്തിയ ജഡ്ജിമാരെ ഇടപെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ, അയാളുടെ അവകാശവാദങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ എത്ര പൊള്ളത്തരമായിരുന്നു എന്നുള്ളത് കോടതി തന്നെ തുറന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അയാൾക്ക് ജുഡീഷ്യൽ ഓഫീസർമാരുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് അങ്ങനെ നൽകിയ മൊഴിയിലാണ് ബാലേന്ദ്രകുമാർ ആദ്യം പറയുന്നത് ദിലീപ് കുടുംബസമേതം ഈ ദൃശ്യങ്ങൾ വീട്ടിലിട്ട് കണ്ടു എന്ന് പറയുന്നത്. പക്ഷേ അതിന് യാതൊരു തെളിവും അയാൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ കോടതി ചോദിക്കുന്നുണ്ട്, നടിയെ ആക്രമിച്ച സംഭവത്തിന് തൊട്ട് പിന്നാലെ പൾസർ സുനി ഈ ദൃശ്യങ്ങൾ ലക്ഷ്യയിൽ കാവ്യ മാധവന്റെ കടയെ ലക്ഷ്യയിൽ എത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് 22/2/2017 അതായത് 2017 ഫെബ്രുവരി മാസം തന്നെ ദിലീപിന്റെ വീട്ടിൽ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ പ്രോസിക്യൂഷൻ പറയുന്ന പ്രകാരം തന്നെ എത്തിയിരുന്നുവെങ്കിൽ പിന്നെ എന്തിന് 11-ാം മാസം ഇവരെ ദിലീപ് കാത്തിരുന്നിട്ട് ഈ ബാലേന്ദ്രകുമാറിന്റെ സാന്നിധ്യത്തിൽ ഇത് കുടുംബസമേതം കാണാൻ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അന്ന് ബാലേന്ദ്രകുമാറിന്റെ മൊഴി പറഞ്ഞ ദിലീപ് വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്നു. ദിലീപും ഈ ദൃശ്യങ്ങൾക്കായി ബാലേന്ദ്രകുമാർ ഉള്ളപ്പോൾ വീട്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ A15 ഇതിൽ പിന്നീട് പ്രതി ചേർക്കപ്പെട്ട ശരത് എന്ന് പറഞ്ഞ സാക്ഷി ഈ ദൃശ്യങ്ങളുമായി വരുന്നു, അവരൊരുമിച്ചിരുന്ന് കാണാൻ പോകുന്നു കുടുംബസമേതം. അപ്പോൾ ബാലേന്ദ്രകുമാർ അടുത്ത് കാണുന്നു എന്ന് ചോദിക്കുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറയുന്നു. പറഞ്ഞ ദിലീപ് അതിരുന്ന് കാണുന്നു. ബാലേന്ദ്രകുമാർ ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് ചില ദൃശ്യങ്ങൾ, ചില ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ഈ ദൃശ്യങ്ങളിലുള്ളതുപോലെ സോറി എന്ന് പറയുന്ന ഒരു പുരുഷന്റെ ശബ്ദം ഞാൻ ആദ്യം കേട്ടു. അത് യഥാർത്ഥ കേസിൽ പറയുന്നത് പോലെ പൾസർ സുനി വാഹനത്തിലേക്ക് കയറുമ്പോൾ നടിയോട് സോറി പറഞ്ഞ് ഇത് മറ്റൊരാൾ കൊട്ടേഷൻ എന്ന് പറഞ്ഞു. ആ ഭാഗമാണ് ബാലേന്ദ്രകുമാർ എടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ആ വീട്ടിൽ ഇതിട്ട് കണ്ടു എന്ന് പറയുന്ന ബാലേന്ദ്രകുമാർ അതിനൊപ്പമാണ് പറയുന്നത് ഹി ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ദ വോയിസ് ഇൻ ദ വീഡിയോ വാസ് ആംപ്ലിഫൈഡ് അറ്റ് ലാൽ മീഡിയ. കേട്ടല്ല, ആംപ്ലിഫൈഡ് അറ്റ് എവിടെ മീഡിയ? ലാൽ മീഡിയ. എന്നിട്ട് ലാൽ മീഡിയയിൽ എന്തൊരു അന്വേഷണം പോകാത്തത്? ലാലിന്റെ ക്രിയേഷനിലുള്ള വണ്ടി എന്തുകൊണ്ട് അങ്ങോട്ട് പോയില്ല? അപ്പൊ ഇതെല്ലാം ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം
നമ്മൾ മലയാളികൾക്ക് ഇല്ലേടേ? ഇത്രയും വിഡ്ഢികളാണ് ഈ മലയാളികൾ. എല്ലാവരും അല്ല കേട്ടോ. ഇപ്പോഴും ദിലീപിനെതിരെ കിടന്ന് കുരയ്ക്കുന്നവരടുത്താണ് ഞാൻ പറയുന്നത്. കുരയ്ക്കുന്നവർ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്തൊക്കെയോ മീഡിയക്കാർ വിളിച്ചു പറഞ്ഞ തോന്നിവാസങ്ങളും കേട്ടും കൊണ്ട് അതാണ് സത്യമെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന കുറെ വിഡ്ഢികൾ. അല്ലാണ്ട് എന്നാ പറയാനാ? അതുപോലെ തന്നെ മറ്റേ റിമി ടോമിയുടെ കേസ് കണ്ടില്ലേ? റിമി ടോമിക്ക് ഒരു ബന്ധമില്ല. റിമി ടോമിയുടെ കേസ് മീഡിയക്കാരന്മാർ, പ്രത്യേകിച്ച് മനോരമ ന്യൂസ് അടിച്ചിറക്കിയ സാധനം. അന്ന് അത് റിമി ടോമി തന്നെ വിളിച്ച് അവിടെ സംസാരിച്ച് മീഡിയക്കാർക്ക് അണ്ണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മീഡിയക്കാർ എന്നാ പണിയാ കാണിക്കുന്നത്? ഫേക്ക് ന്യൂസ്. അല്ലാണ്ട് അവർക്ക് ഒരു പരിപാടി ഇല്ല. TRPക്ക് വേണ്ടിയിട്ട് എന്ന് തോന്നിയാസവും കാട്ടിക്കൂട്ടുകയാണ് ഇപ്പൊ മീഡിയക്കാരുടെ പണി. ഇപ്പോഴും നല്ല കുറെ വർഷങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ തന്നെ എല്ലാം കണക്കാണ്. അപ്പൊ നിരപരാധിയായ ഒരു വ്യക്തിയെ യുവമാര് വിചാരിച്ച എങ്ങനെ കുറ്റവാളിയാക്കാൻ പറ്റാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. അത് സാമാന്യ ബോധം വെച്ച് ചിന്തിക്കും. ഇനി ഭാഗ്യലക്ഷ്മിയുടെ ഒരു ഇന്റർവ്യൂവിലുള്ള കുറച്ച് പോയിന്റ് ഒന്ന് കേട്ടോക്കെ. കൃത്യമായിട്ട് തെളിവുകൾ, കുറ്റപത്രം എന്നൊരു സാധനമുണ്ട്. ആ കുറ്റപത്രത്തിൽ കൃത്യമായിട്ട് തെളിവുകൾ ഹാജരാക്കി കൃത്യമായിട്ട് ബ്രീഫായിട്ട് എഴുതി ഒരു നൂലിടെ പോലും ലൂപ്പ് ഹോൾസ് ഇല്ലാത്ത രീതിയിൽ. ഞാൻ LLB പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതില്ലാതെ കൃത്യമായിട്ട് അത് കോടതിയിൽ ഇവരെ ഹാജരാക്കിയിട്ടില്ല. 100% കൃത്യമായിട്ട് സ്വാധീനം ചെലുത്തി അത് തിരുത്തപ്പെട്ടു, അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനൊരു ഇത് കൊടുത്തില്ല എന്ന് തന്നെയാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവരുടെ തെറ്റ് തന്നെയാണ്. ഉദ്യോഗസ്ഥരുടെയും ഈ മേലാളന്മാരുടെയും ഭരണകൂടത്തിന്റെയും കൃത്യമായ അനാസ്ഥ തന്നെയാണെന്ന് വേണം പറയാൻ. നീ എവിടത്തെ LLB എവിടെ പോയിരുന്ന് പഠിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നീ എന്നാ ഈരവത്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല എന്റെ പൊന്നാളിയെ നീ പോയിരുന്ന് വായിക്കും. പിന്നെ വേറൊരു കേസ്, നിനക്ക് ഇത്രേ ബോധം ഉള്ളോടാ? വേറൊന്നും കൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. എടാ, ഈ ലാലിലോട്ട് ഇതൊരു അന്വേഷണം പോയിട്ടില്ല. ലാൽ മീഡിയയിൽ വെച്ചിട്ട് അതിന്റെ വീഡിയോ കണ്ടെന്ന് മറ്റേ ആ ഒരു സാധനം പറയുന്നുണ്ട്, കണ്ടില്ലേ? അടുത്ത് ബാലേന്ദ്ര മേനോൻ പറഞ്ഞത്, കുമാർ പറഞ്ഞത് ലിറ്ററലി ഫേക്ക് ആണെന്നുള്ള കാര്യം എക്സ്പോസായി. പോലീസുകാരടക്കം ഫേക്ക് കളികളും ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കളിച്ച നാറിയ കളികളുണ്ട്. അപ്പൊ ഇതൊന്നും നിന്റെ ഒന്നും കണ്ണിൽ പെടത്തില്ല. നിന്റെയൊക്കെ ആവശ്യം ദിലീപിനെ തൂക്കിയുള്ളൂ. എങ്കിൽ നീയൊക്കെ ഹാപ്പി ആയിട്ടോ, നമ്മൾ വിചാരിച്ച നടന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നടക്കുന്നത്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കും. അതിൽ അന്തസ്സുണ്ട്. ഇതൊരുമായി ഉളുപ്പില്ലാത്ത പരിപാടിയും ഒരുമായി മറ്റെടുത്ത പരിപാടിയുമാണ് നീയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ഞാൻ അതേ പറയുള്ളൂ. ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ അതിനു വേണ്ടി സംസാരിക്കും. അന്തസ്സുണ്ട്. അല്ലാണ്ട് ദിലീപ് ജഡ്ജ്മെന്റ് വായിക്കത്തില്ല, ഒരു ഹീരോത്വം അറിയത്തില്ല. മീഡിയക്കാരെന്നെ കണവണമെന്ന് പറഞ്ഞതെല്ലാം കൂടി വിശ്വസിച്ച് നമ്പി അത് തന്നെ ശരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറെ വിവരദോഷികൾ. അത് തന്നെ അല്ലാണ്ട് എന്നാ പറയാനാ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.